ക്യൂട്ടീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ നേരം സന്ധ്യ ആവാൻ പോകുന്നു. അപ്പോൾ ഈ നേരത്തെ നമ്മളെല്ലാവരും കൂടി ഒരുങ്ങിക്കെട്ടി എവിടേക്കാണെന്ന് വെച്ചാൽ നമ്മൾ വിദ്യാട്ടൻ്റെ ഒരു കസിൻ്റെ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. ഒന്നുമില്ല, പ്രത്യേകിച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മളിപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ വൈകുന്നേരം ഇരുന്നപ്പോൾ ഒന്ന് ജസ്റ്റ് പ്ലാൻ ചെയ്തിട്ടൊന്ന് പോകുന്നതാണ്. അപ്പൊ നമ്മൾ പോകുന്ന കാര്യം അവിടെ അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മളെല്ലാരും പോകാൻ വേണ്ടി കാർക്കൊരു സെറ്റ് ആയിരിക്കണം കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് മുകളിലോട്ട് വന്നാൽ കാണാൻ പറ്റുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. സന്ധ്യ നേരത്ത് ഇവിടെയൊക്കെ വന്നിരിക്കാൻ എന്ത് രസമാണെന്നറിയോ. സൂര്യാസ്തമയം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മളെല്ലാവരും രഞ്ജുവിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവരാരും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങള്. നമ്മൾ പോകുമ്പോഴത്തേനും രഞ്ജു മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. അവൾ ഫസ്റ്റ് നമ്മളെ കണ്ടപ്പോൾ ഉണ്ടായിരുന്നു. ആ ഞെട്ടലെടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ കാറിലായിരുന്നു. കുറെ നാളായി കേട്ടോ അവൾ എന്നോട് പറയണു മക്കളെയും കൂട്ടി ഇങ്ങോട്ട് വായോ ഇങ്ങോട്ട് വായോ എന്ന്. പക്ഷെ എപ്പോഴും ഒരു അവസരം ഒത്തു വരുന്നില്ല. ഒരവസരം കിട്ടിയപ്പോൾ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് അങ്ങോട്ട് പോയി. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ പെട്ടെന്നൊന്ന് പോയിട്ട് വരാന്നുള്ളത് കൊണ്ടാണ് അവരെ ഒന്നും നമ്മൾ അറിയിക്കാതിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അധികം പരിചയമില്ലാത്ത ആരെ കണ്ടാലും അവരങ്ങനെ കയ്യിൽ പോകാറില്ലായിരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയില്ല, രഞ്ജുവിന്റെ കയ്യിലും രഞ്ജുവിന്റെ അമ്മയുടെ കയ്യിലും അവര് ചാടിപ്പോയി. രഞ്ജുവിന്റെ അമ്മമ്മയാണ് കേട്ടോ ഇത്. ഞാൻ ചെന്ന ഉടനെ അമ്മമ്മനെ കാണാനാണ് മുറിയിലോട്ട് പോയത്. ഞാൻ കുറച്ച് നാളായി കേട്ടോ ഇവിടേക്കൊക്കെ വന്നിട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊക്കെ അമ്മമ്മ നല്ല ഉഷാറായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോഴത്തേനും നല്ല തളർന്നു പോയായിരുന്നു അമ്മമ്മ. ഉണ്ടൂസ് പോയാലും തൊട്ട് രഞ്ജുവിന്റെ കയ്യിൽ തന്നെയായിരുന്നു കേട്ടാ. കാണാൻ അവളെ പോലെ തന്നെ ഉണ്ടായോണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, ഉണ്ടൂസിന് വല്ലാതെ പിടിച്ചു പോയി രഞ്ജുവിനെ. പിള്ളേർ കുറച്ചു നേരം കുഞ്ഞൂട്ടന്റെ വണ്ടിയിലൊക്കെ കയറ്റിയിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മള്. അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിന് കേട്ടോ ആ വണ്ടിയിൽ ഇരിക്കാൻ. അപ്പൊ ഇതാണ് നമ്മളെ കുഞ്ഞൂട്ടൻ കേട്ടാ, രഞ്ജുവിന്റെ മോൻ. ശരിക്കും അവന്റെ പേര് വിഹാൻ എന്നാണ് കേട്ടോ, പക്ഷെ ഞാൻ അവനെ കുഞ്ഞൂട്ടാന്നാ വിളിക്കല്. അവന് ഭയങ്കര ഇഷ്ടമാട്ടെ ഇവരെ വണ്ടിയിലിരുത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യായിരുന്നു ഇത്രയും നേരം അവൻ. അതിന് നമ്മൾ വിടാത്തതുകൊണ്ട് വണ്ടി മൂവ് ചെയ്യുന്ന സമയത്തായാലും എനിക്ക് വണ്ടി പിടിച്ചു നിർത്താൻ പറ്റുന്നതിന്റെ അവന്റെ ശക്തി കാണിച്ചു തരുമെന്ന് കേട്ടോ നമുക്കവൻ. ആള് ഭയങ്കര രസമാട്ടോ. അവന്റെ കൂടെ ഇരുന്നാലും സമയം പോകുന്ന അറിയില്ല. ഇത് അവന്റെ വേറൊരു വണ്ടിയാണ്. അതിനകത്ത് ഉണ്ടൂനെ കയറ്റി ഇരുത്തിയിട്ടേ ഇല്ലേ വീട്ടിലായിട്ട്. ഉണ്ടൂന് പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊന്നും വേണ്ട. ഉണ്ടൂസിന് വാഹനങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. ഇതിലെ റോഡിലെ കൂടി വണ്ടി പോകുന്നതുകൊണ്ട് എത്തി നോക്കുകയൊക്കെ ചെയ്യുള്ളൂ. ശരിക്കും ഞങ്ങളുടെ ഫാമിലിയിൽ കുറെ വണ്ടിപ്രാന്തന്മാരുണ്ട്, ഇവളുടെ അച്ഛനടക്കം. അപ്പം അതിന്റെ ഒരു ഇത് കിട്ടിയതായിരിക്കണം അവൾക്കും. പിള്ളേരെ കളിപ്പിച്ചൊക്കെ കഴിയുമ്പോഴത്തേനും അവിടുത്തെ അമ്മ നമുക്ക് ചായയും പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മളോട് ചായ കുടിക്കാൻ കുഞ്ഞൂട്ടനും ഉണ്ടായിരുന്നു. നല്ല രസം അവന്റെ ഓരോ കോമഡിയൊക്കെ കേൾക്കാൻ. രശ്മിക്ക് അവനെ വല്ലാണ്ടങ്ങ് പിടിച്ചു. ഇത് വേണോ? അയ്യോ പല്ലൊന്നും വന്നില്ല. പല്ല് പാല് കുടിച്ചിട്ട് ഇങ്ങനെ പറയുമല്ലോ. എന്നാണ് എന്നാണത്? അതായിരുന്നു കിട്ടീനി. അതെയാ? കുഞ്ഞൂട്ടന്റെ കലാപരിപാടിയെല്ലാം കഴിഞ്ഞ ഉടനെ നമ്മളെല്ലാരും റൂമിൽ കയറി അങ്ങ് ഇരുത്തായി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തമ്മിൽ പരസ്പരം കണ്ടിട്ട് ഇപ്പോൾ ഇവരുടെ പാൽ കൊടുക്കലാണ് ലാസ്റ്റ് കണ്ടതെന്ന് തോന്നുന്നു. അതിനുശേഷം പറൂർ തെയ്യത്തിന് രഞ്ജു വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അധികം കണ്ടു വർത്താനം പറയാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞിലൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു തരണം വിദ്യാട്ടാന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു അവള്. ചക്കരെ നമ്മളൊക്കെ വിഷയം പറഞ്ഞ ഓരോരാളും ഓരോ ഭാഗത്തായപ്പോഴത്തേനും കുഞ്ഞോടന് ബോറടിച്ചോട്ടാ. അവൻ ടി വി ഒക്കെ തുറന്നു അതിനകത്ത് ഓരോ കോമഡിയൊക്കെ കണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുമെന്ന്. അതിനിടയിൽ വിജയശേട്ടൻ ഇടയ്ക്കൊന്ന് മുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൊങ്ങിയത് നമുക്കുള്ള ഫുഡൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ. നമ്മളൊന്നും പറയാണ്ട് പോയതുകൊണ്ട് അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിജയശേട്ടൻ പുറത്ത് പോയിട്ട്
കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തിരിച്ചു പോകണമെന്ന് വിചാരിച്ചിട്ട് വന്ന നമ്മളാണ് കേട്ടോ. ഒരുപാട് ലേറ്റ് ആയിട്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മളെ റിലേറ്റീവ്സിൻ്റെ വീടുകളിലൊക്കെ പോകുന്നത് ഒത്തുകൂടുന്നതൊക്കെ മനസ്സിനൊരു സുഖമാണല്ലേ. അതൊക്കെയുള്ള ഒരു സന്തോഷം. അപ്പം നമ്മൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.